വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ ആദ്യ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. ഇന്ധന നികുതി സെസ് കുറയ്ക്കുന്നതിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ വാക്ക് വി.ഡി. സതീശൻ പാലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അതേസമയം സെസ് കുറയ്ക്കുന്നതിൽ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും നിരന്തരമുള്ള ഇന്ധന വർധനവ് പ്രതിസന്ധിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF 1 രൂപ പോലും നികുതി ഇളവ് നൽകിയില്ലെന്നും സതീശൻ തിരിച്ചടിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിപ്പോയി. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർധന സാധാരണക്കാരെ കടുത്ത പ്രതിസന്ധിയിലാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് KN ബാലഗോപാൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. ഇന്ധന നികുതിയിൽ ഇളവ് നൽകി ജനങ്ങൾക്ക് ആശ്വാസം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ അതിന് സർക്കാരിന് കഴിയുമെന്നും ബാലഗോപാൽ ഉന്നയിച്ചു. LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശബ്ദമുയർത്തിയതും നാട്ടിൽ സമരം നടന്നതുമായൊരു പശ്ചാത്തലമുണ്ട്. അത് പെട്രോളിൻ്റെ വില വർദ്ധിച്ചപ്പോൾ അതിൻ്റെ ടാക്സ് കുറയ്ക്കണം, സംസ്ഥാനത്തിൻ്റെ ടാക്സ് ഇളച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വർദ്ധിച്ച അധിക നികുതി സംസ്ഥാനത്തിന് കിട്ടുന്നത് ഇളച്ചു കൊടുക്കുന്നത് ജനങ്ങളോടുള്ള മര്യാദയാണ് എന്ന് പറഞ്ഞ് അന്ന് സമരം ചെയ്താണ് മുഖ്യമന്ത്രി. അത് സംബന്ധിച്ചുള്ള നിലപാട് പറയണ്ടേ? ഇന്ധനവില തുടർച്ചയായി ഉയരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നികുതി ഇളവ് നൽകാനാകില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മറുപടി നൽകി. സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മാത്രമേ തീരുമാനം എടുക്കാനാകൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വിശദമായ ധവളപത്രം അവതരിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. ഈ ഡീസൽ പെട്രോളിന്റെ വിലവർധനവിന്റെ ഭാഗമായി, അതായത് ഡീസൽ ഇനത്തിൽ 1617 കോടി രൂപയും പെട്രോൾ ഇനത്തിൽ 1466 കോടി രൂപയും ഉൾപ്പെടെ കഴിഞ്ഞ സർക്കാരിന് 3100 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടുണ്ട്. 1 രൂപ കുറച്ചിട്ടില്ല. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക് പറഞ്ഞ മറുപടി സഭാരേഖകളിലുണ്ട്. അത്തരം മണ്ടത്തരങ്ങൾ ഞങ്ങൾ കാണിക്കില്ല എന്ന് പറഞ്ഞു. നികുതി കുറയ്ക്കുന്ന നികുതി ഇവിടെ ഈ റെക്കോർഡിലുണ്ട്. റെക്കോർഡിൽ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. നികുതി കുറയ്ക്കുന്ന മണ്ടത്തരം ഇടത് സർക്കാർ കാണിക്കില്ല എന്ന് ഇടത് സർക്കാരിൻ്റെ മുൻ ധനകാര്യമന്ത്രി ഈ സഭയിൽ വന്ന് സംസാരിച്ചാണ്. അപ്പൊ എന്നോട് മണ്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മുൻ ധനകാര്യമന്ത്രി എന്നെ ഇപ്പോൾ ഉപദേശിച്ചത്? വിലക്കയറ്റം നിയന്ത്രിക്കാൻ വിപണിയിൽ സർക്കാർ ഇടപെടലുകൾ ശക്തമാക്കുമെന്നും സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സാമ്പത്തിക പ്രതിസന്ധിയും പരിഹരിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചു. തീരുമാനം നിർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചു. വിലക്കയറ്റം സാധാരണക്കാരെ രൂക്ഷമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ വിഷയം സഭയിൽ വിശദമായി ചർച്ച ചെയ്യേണ്ടതായിരുന്നുവെന്നും ധവളപത്രമെന്ന ഉമ്മാക്കി വേണ്ടെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് പാലിക്കാൻ ഇപ്പം തയ്യാറുണ്ടോ? അതാണ് വരുന്ന പ്രശ്നം. അതിനാണ് അദ്ദേഹം വിശദീകരണം യഥാർത്ഥം നൽകേണ്ടിയിരുന്നത്. ധവളപത്രം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് വരുമ്പോൾ നമുക്ക് കാണാം. അതിനെക്കുറിച്ച് എന്താണോ പറയാനുള്ളത് ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞോളാം. ആ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.